എന്തൊക്കെ നന്മകളാണ് നമ്മൾ ഈ നമസ്കാരം അത് ഫലവത്തായി നിർവഹിച്ചാൽ ഇൻഷിറാഹും ഫിസ്സോദർ, മനസ്സിന് ഭയങ്കര ഇവിടെ ഇടങ്ങേറായി ഇങ്ങനെ നടക്കും. ശരിക്കും നിസ്കരിക്കണ ഒരാൾക്ക് ആ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇടങ്ങേറുണ്ടാവില്ല, മനസ്സിന് ഒരു ഭയങ്കര ഒരു സമാധാനം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം നമ്മുടെ മനസ്സിന്, മനസ്സിന് ഭയങ്കര സമാധാനം. ഇതൊക്കെ പണ്ഡിതന്മാരെ എണ്ണി പറഞ്ഞ കാര്യം. മുഖത്ത് ഭയങ്കരമായ ഒരു പ്രകാശം, ഒരു പ്രസന്നത. അതേപോലെ തന്നെ വസക്കാഉം ഫിൽ അഖൽ, നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. ഖുവ്വത്തും ഫിൽ ബദൻ, ശാരീരികമായ ഒരു ശക്തി നിലനിൽക്കും ശരിയായി നിസ്കരിക്കുന്ന ആൾക്കെന്നാണ്. വഹിഫ്ലുൻ ലിന്നിഅമ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സംരക്ഷിക്കുന്ന, നിസ്കരിക്കുന്ന ആൾക്ക് അള്ളാഹു കൊടുത്ത കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നത്. വബർക്കത്തും ഫിൽ ഉംർ, ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മഗ്ഫിറത്തുൻ ലിദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. എത്ര കാര്യങ്ങളാണ്. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വ ഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. അതൊക്കെ അള്ളാഹ് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അസ്വസ്ഥനാകുന്ന മനുഷ്യൻ, അതിന് ആരാണ് ഒഴിവ്? നിസ്കരിക്കുന്നവനാണ് അതിൽ ഒഴിവ് എന്നുള്ളതാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ, അഖമി സ്വലാത്തിലെ ദിക്ർ, ഏറ്റവും വലിയ ദിക്ർ എന്താണ്? നിസ്കാരാണ്. ആ നിസ്കരിക്കുന്നവന് മനസ്സമാധാനം ഉണ്ടാകുമെന്നാണ്. വലഖദ് നഅലമു അന്നക യളീഖു സദ്റക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നിന്റെ മനസ്സിന് ഈ ശത്രുക്കൾ പറയുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന് പ്രയാസമുണ്ടാകുന്നുണ്ട് എന്ന് എനിക്കറിയാം പ്രവാചകനെ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. അല്ലെന്തേ പരിഹാരം പറഞ്ഞു കൊടുത്തു? സുജൂദ് ചെയ്തോ, നിസ്കരിച്ചോ, തസ്ബീഹ് ചൊല്ലിക്കോ. ഏത് ശത്രുവിന്റെ ആക്ഷേപവും മനപ്രയാസവും നിനക്ക് നീങ്ങിപ്പോകും എന്നാണ് അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന നിർദ്ദേശം. സുഹൃത്തുക്കളെ, പാപമോചനം ലഭിക്കും, തെറ്റുകൾ പുറത്തു കിട്ടും. എത്ര പറഞ്ഞു മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ലുറുഹു സ്വലാ. ഒരു നിർബന്ധ നമസ്കാരം ഒരാൾക്ക് വന്നു, എന്നിട്ട് ഫയുഹ്സിനു വുളുഅഹ, ശരിക്ക് വുളു എടുത്തു, വഖുശൂഅഹ, ശരിക്ക് ഭക്തി കാണിച്ചു, അവർ റുകൂഅഹ, അതിന്റെ റുകൂഉം ഖുശൂഉം ഒക്കെ കൂടെ വെച്ചിട്ട് അവൻ നിസ്കരിക്കുകയാണെങ്കിൽ ഇല്ലാ കാനത്ത് കഫാറ, അവന് പുറത്തു കൊടുക്കുന്നതാണ്. ലിമാ ഖബലഹ, അതിന് മുമ്പുള്ളതൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്ന മിനദ്ദുനൂബ് മാ ലൻ തുഖ്ത കബീറ, വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതൊക്കെ പുറത്തു പോകുന്നതാണ് പറയുന്നത്. മൻ തവല്ലഹ നഹ്വ വുളൂഇ ഹാദാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തിട്ട് പറഞ്ഞേ, ഞാൻ ഈ വുളു എടുത്ത പോലെ ഒരാൾ വുളു എടുത്തു, സുമ്മ സല്ലാ റകഅതൈൻ, പിന്നെ 2 റകഅത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ്. എത്ര വിശാലമായ ഔദാര്യങ്ങളാണ് അള്ളാഹു നമസ്കാരത്തിന്റെ പേരിൽ നമുക്ക് നൽകാനിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ.